മംഗളൂരുവിനെ നടുക്കിയ ഗുണ്ടാ നേതാവ് ആരിഫ് വധക്കേസിൽ ഒരാൾ കൂടി പോലീസ് പിടിയിലായി. കൊലപാതകത്തിന് ഗൂഢാലോചന നടത്തുകയും സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്ത ശാന്തിനഗർ സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം സിനാനെയാണ് സിറ്റി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 12ആയി. Start your journey with confidence. GTech Education. Fatima Arcade, opposite New Bus Stand, Kasaragod. Telephone 7736 100 443 04994 227432. ഗുണ്ടാ നേതാവായ ആരിഫിനെ നടുറോഡിൽ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് മംഗളൂരു പോലീസ്. കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനികളിൽ ഒരാളായ ശാന്തിനഗർ സ്വദേശി 21-കാരനായ മുഹമ്മദ് ഇബ്രാഹിം സിനാൻ എന്ന ചിന്നുവാണ് ഇപ്പോൾ സിറ്റി ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായിരിക്കുന്നത്. കൊലപാതകത്തിനായുള്ള കൃത്യമായ ഗൂഢാലോചന നടത്തുകയും അക്രമികൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ എത്തിച്ചു നൽകുകയും ചെയ്തത് ഇയാളാണെന്ന് പോലീസ് കണ്ടെത്തി. സിനാന്റെ അറസ്റ്റോടെ ഈ ക്രൂരമായ കൊലപാതക കേസിൽ പിടിയിലായ പ്രതികളുടെ എണ്ണം 12ആയി. കനത്ത സുരക്ഷയിലാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അറസ്റ്റിലായ സിനാനെതിരെ മംഗളൂരുവിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി കൊലപാതക ശ്രമം, ആക്രമണം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. പ്രതികൾക്കെതിരെ കർണാടക സംഘടിത കുറ്റകൃത്യ നിയന്ത്രണ നിയമം ഉൾപ്പെടെയുള്ള കടുത്ത വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ പ്രതികളുടെയും ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. കഴിഞ്ഞ മാർച്ച് 27 പുലർച്ചെയായിരുന്നു മംഗളൂരുവിനെ ഞെട്ടിച്ച ആ സംഭവം നടന്നത്. തൊക്കോട്ട് മേൽപ്പാലത്തിൽ വെച്ച് ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന തലപ്പാടി മുള്ളുകുടെ സ്വദേശി ടാബ്ലറ്റ് ആരിഫിനെ കാറിലെത്തിയ 6-അംഗ സംഘം ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. തുടർന്ന് റോഡിലിട്ട് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കേസ്. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കടുത്ത കുടിപ്പകയാണ് ഈ ചോരക്കളിയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നിലവിൽ അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. കൂടുതൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഇപ്പോഴും ഊർജിതമായി തുടരുന്നു. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.